എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ ഡീസലിലേക്ക് ഐസോബ്യൂട്ടനോൾ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ആഡ് ചെയ്യുന്ന കാര്യം. ഐസോബ്യൂട്ടനോൾ ഡീസലിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ കുറയുന്നതിനുള്ള കറുത്ത സ്മോക്ക്, അതിശക്തമായ കറുത്ത സ്മോക്കൊന്നും നമ്മളിനി കാണുകയില്ല. വളരെ നല്ല രീതിയിലുള്ള ഒരു കമ്പഷനായിരിക്കും എഞ്ചിനിൽ നിന്നുണ്ടാകുന്നത്. കാരണം ഇതിന് ഇച്ചിരി ഫ്ലെയിമിംഗ് ഇൻഡെക്സ് കൂടുതലാണ്, കത്താനുള്ള ജ്വലനശേഷി കൂടുതലാണ് ഐസോബ്യൂട്ടനോൾ ഡീസലിലേക്ക് ആഡ് ചെയ്യുമ്പം. കൂടാതെ തന്നെ എത്തനോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ ബ്ലെൻഡ് ആകും, സെപ്പറേറ്റഡ് ആയിട്ട് കാണിക്കത്തില്ല. നമ്മൾ ഇപ്പോൾ എത്തനോൾ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്രോളിനകത്ത് കണ്ടേക്കുന്ന എത്തനോൾ താഴെയും പെട്രോൾ മുകളിലായിട്ടുമായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഫുള്ളി ബ്ലെൻഡഡ് ആണ്. എത്തനോളിനെ അപേക്ഷിച്ച് ഐസോബ്യൂട്ടനോളിൽ ജലാംശം വളരെ കുറവായ കാരണം എഞ്ചിൻ പാർട്സും മറ്റു കാര്യങ്ങളുമൊക്കെ തുരുമ്പ് പിടിക്കുന്നൊരു സാധ്യത ഇനി മുതൽ ഉണ്ടാകത്തില്ല. ഇതിന് ഡ്രോബാക്സിനെ പറ്റി പറയുകയാണ്, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് 2 മുതൽ 3 കിലോമീറ്റർ വരെ 1 ലിറ്ററിൽ മൈലേജ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പവർ കുറയും, എഞ്ചിൻ്റെ ടോർക്ക് കുറയും. ഇതൊക്കെയാണ് പ്രധാനമായ പ്രശ്നങ്ങൾ. ഇതിനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോബ്യൂട്ടനോളിൻ്റെ സിറ്റൈൻ നമ്പർ 15 താഴെയും നമുക്ക് നാട്ടിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഡീസലിൻ്റെ സിറ്റൈൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51 മുതൽ 55 വരെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഡീസലിൻ്റെ സിറ്റൈൻ നമ്പറിനകത്ത് ചേഞ്ച് ഉണ്ടാവും. 50 താഴോട്ട് വന്നു കഴിയുമ്പോൾ 50 താഴെ ഇപ്പോൾ 40 45 ഒക്കെ സിറ്റൈൻ നമ്പർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എഞ്ചിന് നോക്കിങ് സൗണ്ടും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അതായത് എഞ്ചിനകത്ത് ടപ്പ് എന്നുള്ള തട്ടുന്ന പോലത്തെയൊക്കെയുള്ള വലിയ ശബ്ദവും കാര്യങ്ങളും ഒക്കെ എഞ്ചിനകത്തുണ്ടാകും. ഇതൊക്കെയാണ് ഇത് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ. പിന്നെ പറയുകയാണെങ്കിൽ എത്തനോൾ ബ്ലെൻഡിങ് കൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്കും വാഹന ഉടമകൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ലാഭം ഉണ്ടായിരിക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിതിൻ ഗഡ്കരിയുടെ മകനാണെന്ന് പറയും. സിയാൻ ആഗ്രോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓണറായ നിഖിൽ ഗഡ്കരിക്കാണ്. അതായത് 40 രൂപ ഉണ്ടായിരുന്ന സിയാൻ ആഗ്രോയുടെ ഷെയറുകൾ ഇപ്പോൾ 750 മുകളിലാണ്. അതുപോലെ തന്നെ 4 മാസത്തെ അതിൻ്റെ ലാഭവിഹിതത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ 10 ലക്ഷത്തിൽ നിന്ന് 52 കോടിയായിട്ട് വർദ്ധിച്ചേക്കുന്നു. ഫലത്തിലാകപ്പാടെ ലാഭം ഉണ്ടായിരിക്കുന്നത് നിഖിൽ ഗഡ്കരിക്കാണ്. രാജ്യത്തെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ്. പക്ഷേ ഈ സീനിൽ നമ്മൾ ഇതുവരെ ഹർദീപ് സിംഗ് പുരിയെ കണ്ടിട്ടില്ല. എപ്പോഴും നമ്മൾ കാണുന്നത് നിതിൻ ഗഡ്കരിയാണ്. എത്തനോൾ ബ്ലെൻഡിങ്, ഐസോബ്യൂട്ടനോൾ ബ്ലെൻഡിങ്, ഇതിനകത്തൊക്കെ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തി നമ്മുടെ നിതിൻ ഗഡ്കരിയാണ്. ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. രാജ്യത്താകമാനം ഉപയോഗിക്കുന്ന ഒരു ദിവസത്തെ പെട്രോളിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 120 മില്യൺ ലിറ്ററാണ്. അതേസമയം 230 മില്യൺ ലിറ്ററാണ് ഡീസൽ ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ ഗുഡ്സ് വാഹനങ്ങൾ, പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം ഉപയോഗിക്കുന്ന ഡീസൽ തന്നെയാണ്. ഇത്തരം ബ്ലെൻഡിങ് കൊണ്ട് ആകപ്പാടെ പ്രയോജനം ഉണ്ടാകുന്നത് നമ്മുടെ നിതിൻ ഗഡ്കരിയുടെ മകനായ നിഖിൽ ഗഡ്കരിയെ പോലുള്ള ആളുകൾക്കാണ്. അതായത് സിയാൻ ആഗ്രോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയറിൻ്റെ വില തുടക്കത്തിൽ 40 രൂപ മാത്രമായിരുന്നു. പക്ഷേ ഈ ബ്ലെൻഡിങ് തുടങ്ങിയ പിന്നെ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിൻ്റെ വില 750 വർദ്ധിച്ചിട്ടുണ്ട്. 10 ലക്ഷം ഒരു ക്വാർട്ടറിലുണ്ടായിരുന്ന ലാഭത്തിൽ നിന്ന് 52 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്കാർക്കും കൂടുതൽ പ്രയോജനം ഉണ്ടാകുക. കേന്ദ്ര ഗതാഗത മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അന്ധമായ പുത്രവാത്സല്യം കൊണ്ട് രാജ്യത്തെ ജനങ്ങളെയും രാജ്യം ഭരിക്കുന്ന പാർട്ടിയെയും ദ്രോഹിക്കരുതെന്നാണ് പറയാനുള്ളത്. നിങ്ങളെ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക്, അധികാരം തന്ന ജനങ്ങൾക്ക് അതുപോലെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനും ജനങ്ങൾക്ക് സാധിക്കുമെന്ന് ഓർക്കുക. ശുദ്ധമായ ഡീസലും അതുപോലെ തന്നെ ശുദ്ധമായ പെട്രോളും ജനങ്ങളുടെ അവകാശമാണ്. അത് നിങ്ങളുടെ ഒന്നും ഔദാര്യമല്ലെന്നാണ് പറയാനുള്ളത്.